നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശരിയാ, എന്നെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ശ്രേയ, ഹായ്. ഹായ്. വാവ്, you are looking so beautiful. Thank you so much. മോളെ, ആന്റി, ഇവരൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. ആഹാ, നിങ്ങളെ കുറിച്ചൊക്കെ ശ്രേയ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ദേ, ഇതാണ് മഹിയേട്ടന്റെ അമ്മ, എന്റെ ദേവാന്റി. ഹായ് ആന്റി. ഹായ് ആന്റി. ഇത് മഹിയേട്ടന്റെ സിസ്റ്റർ രേഷ്മ, രേഷ്മയുടെ ഹസ്ബൻഡ് അജിത്. ഹായ്. ഹായ്. നിങ്ങളെ കുറിച്ചൊക്കെ ശ്രേയയും പറയാറുണ്ട്. അല്ലെങ്കിലും ശ്രേയക്ക് മഹിയേട്ടനെയും വീട്ടുകാരെയൊക്കെ കുറിച്ച് പറയുമ്പോ 100 നാവാ. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. വീടിന്റെ ഡെക്കറേഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ആന്റിയുടെ ഐഡിയ ആവും അല്ലേ? ഏയ്, ഇതൊക്കെ ശ്രേയമോളുടെ ഇഷ്ടത്തിന് ചെയ്തതാ. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രേയം ഇടിക്കല്ലേ. മോളെ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചടങ്ങിന് ഇനി അധികം നേരമില്ലല്ലോ. ശരി ശരി ആന്റി. എങ്കിൽ നിങ്ങൾ സംസാരിക്കേ. വാ അജിത്തേട്ടാ. അല്ല, നീ ചെല്ല്, ഞാൻ ഇവരോട് കുറച്ച് സംസാരിക്കട്ടെ. അതൊക്കെ അവര് സംസാരിച്ചോളൂ. നിങ്ങളിങ്ങ് വന്നേ. നീ വിട്ടേ, ഞാൻ സംസാരിച്ചില്ലല്ലോ. നിങ്ങൾ സംസാരിച്ചതൊക്കെ മതി. അമ്മായിയമ്മയ്ക്ക് ഇപ്പോഴും മരുമകളോട് ഭയങ്കര സ്നേഹമാണല്ലോ. എങ്ങനെ കയ്യിലെടുത്തു നീ? കയ്യിലെടുക്കാതെ പറ്റില്ലല്ലോ മക്കളെ. അല്ലെങ്കിലും ചാക്കിലാക്കാൻ നീ മിടിമിടിക്കയല്ലേ. ഈ കല്യാണത്തോടെ ഈ കൊട്ടാരത്തിന്റെ മഹാറാണിയാകാൻ പോവില്ലേ നീ? അസൂയപ്പെട്ടിട്ടേ ഒരു കാര്യമില്ല. നിങ്ങള് വാ. നീ എല്ലാം കാണുന്നുണ്ടല്ലോ ഗൗരി. നാളെ ശ്രേയ എന്റെ ഭാര്യയാവുകയാണ്. ഇന്ന് ഈ നിമിഷം വരെ എന്നിൽ അവകാശം പറയാൻ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നാളെ മുതൽ മനസ്സുകൊണ്ട് ഇതുവരെ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടും എന്റെ ഇഷ്ടങ്ങൾ മാറ്റി നിർത്തി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത് നമ്മുടെ മോൾക്ക് വേണ്ടിയാ. അരുത് മഹിയേട്ടാ, ശ്രേയ ഒരിക്കലും നമ്മുടെ മോക്ക് നല്ലൊരു അമ്മയല്ല. നമ്മുടെ മാളു ഒരു കുറവുമില്ലാതെ വേണം വളരാൻ. അവൾക്ക് എന്നും താങ്ങായിട്ടൊരു അമ്മയുണ്ടാവണം. ഒരു പെൺകുഞ്ഞ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ അമ്മയില്ലാതെ കൂടി വളരേണ്ടി വരുന്നത് അവളുടെ ഭാവിക്ക് ദോഷം ചെയ്യും. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതിനപ്പുറം സ്നേഹവും കരുതലും തന്നിട്ടാ നീ ഞങ്ങളെ വിട്ടു പോയത്. അതുകൊണ്ടാ എന്റെ ഭാര്യ അവൻ ശ്രേയ അമ്മ തിരഞ്ഞെടുത്തപ്പോ ഞാൻ എതിരൊന്നും പറയാതിരുന്നത്. എനിക്ക് വേണ്ടത് ഒരു ഭാര്യയല്ല, നമ്മുടെ മോൾക്കൊരു അമ്മയെ മാത്രമാ. മഹിയേട്ടൻ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? നമ്മുടെ മാളുവിനെ ശ്രേയ സ്നേഹിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്നത് ഇവിടുത്തെ സ്വത്തുക്കൾ മാത്ര. മഹിയേട്ടന്റെ ഈ തീരുമാനം എന്റെ കുഞ്ഞിന്റെ സന്തോഷം എന്നേക്കുമായി ഇല്ലാതാക്കുകയുള്ളൂ. ഒരിക്കലും ഒരിക്കലും നിന്നെ ഞാൻ മറക്കില്ല ഗൗരി. എനിക്കെന്നും നീ കഴിഞ്ഞിട്ടേ മറ്റെന്തും ഉണ്ടാവൂ. പക്ഷേ ഈ മുറിയിൽ നിന്നും എനിക്ക് നിന്നെ മാറ്റേണ്ടി വരും. നാളെ മുതൽ എന്റെ ഭാര്യയായി ഒരു പെൺകുട്ടി വരുമ്പോ നീ ഇവിടെ ഉണ്ടാവുന്നത് അവൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാവും.
വിഷമിക്കാതെ. അവരുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചതല്ലേ? എനിക്ക് ശ്രേയ അമ്മയായിട്ട് വേണ്ട ഗംഗേ. ശ്രേയ ചേച്ചി മാളുനെ നന്നായിട്ട് നോക്കും. പിന്നെ എന്തിനാ മാള് വിഷമിക്കുന്നേ? ഇല്ല, ഗംഗ നുണ പറയുക. എനിക്കറിയാം ശ്രേയക്ക് എന്നെ ഇഷ്ടമല്ല. എനിക്ക് ശ്രേയ ഇഷ്ടമല്ല. മോൾ ഇങ്ങനെ കരഞ്ഞ അത് ഗംഗയ്ക്ക് സഹിക്കില്ല. ഗംഗയല്ലേ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ശ്രീ മഹേശ്വരൻ സാധിച്ചു തരുമെന്ന്. എന്നിട്ടെന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ചില ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അങ്ങനെയാ. അത് നമുക്ക് ഈശ്വരൻ സാധിച്ചു തന്നു വരില്ല. എനിക്ക് ഈ ഒരു ആഗ്രഹം മാത്രമല്ലേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ ശ്രീ മഹേശ്വരനോട് പറഞ്ഞു. മഹേഷ് ശ്രേയായിട്ടുള്ള കല്യാണം ഒരിക്കലും നടക്കരുത്. ഭഗവാൻ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമെന്നാ ഗംഗ പറഞ്ഞത്. മഹേഷ് ശ്രേയയെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശ്രേയ ചീത്തയാ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണേ ശ്രീ മഹേശ്വര. എന്നിട്ടെന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഗംഗ പറയുന്നത് മോള് കേൾക്ക്. എല്ലാം നന്നായിട്ട് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ മഹേട്ടൻ മോൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വാ, ഞാൻ മോളെ നല്ല സുന്ദരി കുട്ടിയാക്കി തരട്ടെ. എന്റെ മോള് വാ. ഗംഗയല്ലേ പറയുന്നേ? നമുക്ക് എല്ലാം ശരിയാക്കാം. വാ. ഒന്ന് വേഗം ചെയ്യടി. ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് ജോലികളുള്ളതാ. എനിക്കറിയാം നിനക്ക് ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും അസൂയ തോന്നുന്നുണ്ടാവും. ഞാൻ എന്തിനാ ആന്റി അസൂയപ്പെടുന്നത്? അയ്യോ പാവം, ഒന്നും അറിയില്ല. എന്റെ മോളുടെ വിവാഹം ഒരു രാജകുമാരിയെ പോലെ നടക്കുന്ന കണ്ടിട്ട് നിന്റെ മനസ്സുരുകുന്നില്ലേ? അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇതിനൊക്കെ ഒരു യോഗം വേണം. എന്താടി നോക്കുന്നേ? ഒന്ന് ശക്തിയായിട്ട് കലക്ക്. എന്റെ മോളുടെ മുഖത്ത് പുരട്ടാനുള്ളതാ. അത് നിന്നെ തൊടിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ നിനക്ക് ഇങ്ങനെയെങ്കിലും ഇതിലൊക്കെ ഒന്ന് തൊടാൻ പറ്റിക്കോട്ടെ എന്നോർത്ത് ഞാൻ ചെയ്യിക്കുന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.